നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. കളരിക്കുറുപ്പ് സംഘം 14ാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സുരാജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ നിരൂപകൻ ബാലേന്ദ്രൻ വടക്കേടത്തിന് ജ്ഞാനപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചു. ബാലേന്ദ്രൻ വടക്കേടത്തിൻ്റെ വസതിയിലെത്തിയ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ പുരസ്കാരം സമ്മാനിച്ചു. ഗായിക രജി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. വേണുഗോപാലൻ EP, ബാലസുബ്രഹ്മണ്യൻ, ശ്രീകുമാർ S. കുറുപ്പ്, ഗിരീഷ് പണിക്കർ എന്നിവർ സംസാരിച്ചു. സമുദായത്തിലെ ബഹുമുഖ പ്രതിഭകളെയും നവപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ 31 വരെ നീണ്ടുനിൽക്കുന്ന ദേവസ്ഥാനോത്സവത്തിന് കൊടിയേറി. പടഹാദി രൂപത്തിലുള്ള തന്ത്രവിധികളോടെ കൊടിക്കൂറയും കയറും പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് ക്ഷേത്രം തന്ത്രിയും ദേവസ്ഥാനാധിപതിയുമായ ബ്രഹ്മശ്രീ ഉണ്ണി ദാമോദര സ്വാമികൾ കൊടികയറ്റിയത്. ട്രസ്റ്റിമാരായ KD വേണുഗോപാൽ, KD ദേവദാസ്, അഡ്വക്കേറ്റ് പ്രവീൺ എന്നിവർ സഹകാരികളായിരുന്നു. തുടർന്ന് ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവ മണ്ഡപത്തിൽ ദേവസ്ഥാനം കലാപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാട്യമേളയും ഉണ്ടായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, കാര്യനിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 8-9 വാർഡിൽ ബന്ധിപ്പിക്കുന്ന പുത്തൻകുളം മഞ്ചാടി റോഡിൻ്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് പൂവശ്ശേരി, അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ, ജിൻസി മരിയ, ഷാനി അനിൽകുമാർ, പുഷ്പ വിശംബരൻ, ഷേളി റാഫി, CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, CPI ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, JDS നേതാവ് ജോസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK അരവിന്ദൻ, ആൻഡ്രൂസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ജനുവരി 20-ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ DYFI നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി DYFI മണലൂർ മേഖലയുടെ നേതൃത്വത്തിൽ സ്ട്രൈക്ക് കോർണർ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അരുൺ ആനന്ദ് അധ്യക്ഷത വഹിച്ചു. CM വിഷ്ണു, CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, KSKTU നേതാവ് ജനാർദ്ദൻ മണ്ണുമ്മൽ, AIDWA മണലൂർ ഏരിയ പ്രസിഡന്റ് CG മോഹൻദാസ്, നിവിൻ മനോഹൻ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൻ്റെ LDF നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേറ്റെടുത്തു. ഉള്ളൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ ജീന OS നേതൃത്വത്തിലാണ് ഭരണസമിതി അധികാരമേറ്റത്. പ്രസിഡന്റായി PR മുരളീധരൻ, വൈസ് പ്രസിഡന്റായി ജോഷി പൊറ്റേക്കാട്ട്, ഡയറക്ടർമാരായി കണ്ണൻകൂട്ടല, KB ബിനോജ്, ലിസി തോമസ്, വിജയൻ, ടോണി പെരുമാടൻ, വിനീത് പ്രസന്നൻ, PR ശങ്കരനാരായണൻ, ഷിജി അമൃത്സൻ, സൗമ്യ, ഗിരീഷ് എന്നിവരാണ് അധികാരമേറ്റത്. അനുമോദന യോഗത്തിൽ ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്ന TA ചാക്കോ അധ്യക്ഷത വഹിച്ചു. ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന ധർമ്മൻ പറത്താട്ടിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, LDF കൺവീനർ MR മോഹനൻ, CPM കാരമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VV പ്രഭാത്, KV വിനോദൻ, VV സജീന്ദ്രൻ, MK സദാനന്ദൻ, PT വർഗീസ്, മുൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് PB ഹരിദാസ്, അന്തിക്കാട്ട് 818 സഹകരണ സംഘം പ്രസിഡന്റ് PG ഗോപാലകൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി VD അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഏനമാവ് പെരിങ്ങോട്ടുകര തൃശൂർ താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC 80ാം വാർഷികം താന്യം പഞ്ചായത്തിലെ സ്മൃതി സദസ്സ്, സമാദരം, കലാസന്ധ്യ, പൊതുസമ്മേളനം എന്നിവ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെൻറ്ററിൽ നടന്നു. CPI സംസ്ഥാന സമിതി അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PK ശ്രീജി അധ്യക്ഷത വഹിച്ചു. KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, CC മുകുന്ദൻ MLA, CR മുരളീധരൻ, ശുഭ സുരേഷ്, താന്യം പഞ്ചായത്ത് സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് PR ഷിനോയ്, ഖജാൻജി VK പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.